ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനുള്ള 5 ഭക്ഷണ രീതികളെക്കുറിച്ച് ഇന്നത്തെ ഈ വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്യാം. ഇതിൽ ആദ്യത്തേത് ഓട്സ് ആണ്. ഇതിൽ അവനൈന്ത്രമൈഡ്സ് എന്ന ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് ഇൻഫ്ലമേറ്ററി പ്രോട്ടീനുകളുടെ അളവിനെ തടയുവാൻ സഹായിക്കുന്നു. അതുമാത്രമല്ല, ഹൃദയ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ഇതൊരു ശാശ്വത പരിഹാരം കൂടിയാണ്. അതുമാത്രമല്ല, ഓർത്തിയോസ്ക്ലെറോസിസ് പോലെയുള്ള മാരക രോഗങ്ങൾ തടയുവാൻ ഇത് സഹായിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഓട്സില് ഫൈബർ ഉള്ളതിനാൽ തന്നെയും കൊളസ്ട്രോളിന്റെ അളവ് കൂട്ടുവാനും അത് നിലനിർത്തുവാനും ഇത് സഹായിക്കുന്നുണ്ട്. ഹൃദയ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ഓട്സ് എങ്ങനെ ഗുണം ചെയ്യുമെന്ന് നമുക്ക് വിശദമായി നോക്കാം. ഒന്നാമതായി, ഓട്സ് കഴിക്കുന്നത് മൂലം കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുവാൻ സഹായിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇതില് ഡയറ്ററി ഫൈബറും ബീറ്റ ഗ്ലൂക്കനും ഉള്ളതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുവാനും സഹായിക്കുന്നു. അതുമാത്രമല്ല, ഒരു ദിവസം 3 ഗ്രാം അളവ് ഓട്സ് എങ്കിലും കഴിക്കുന്നത് മൂലം LDL കൊളസ്ട്രോൾ 10% കുറയുന്നു. രണ്ടാമത്തേത് മഞ്ഞൾ. മഞ്ഞളിലെ കുർക്കുമിൻ എന്ന പദാർത്ഥം ആർത്തിയോസ്ക്ലെറോസിസ് എന്ന ഹൃദയ സംബന്ധമായ അസുഖത്തെ തടയുവാൻ സഹായിക്കുന്നു. അതുമാത്രമല്ല, ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും ഇൻഫ്ലമേഷൻ വരാതെ തടയുവാനും സഹായിക്കുന്നുണ്ട്. അതുമാത്രമല്ല, രക്തസെല്ലുകൾ തമ്മിൽ കട്ട പിടിക്കാതിരിക്കുവാൻ സഹായിക്കുന്നു. കൂടാതെ വാസ്കുലറിലുള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ തടയുന്നുണ്ട്. ഹൃദയ സംബന്ധമായ ഒരസുഖങ്ങളും വരാതിരിക്കുവാൻ മഞ്ഞൾ നിത്യേന ശീലമാക്കിയാൽ മതിയാവും. പക്ഷെ ഇതിന്റെ അളവ് കൂടുവാനും പാടില്ല. ഒരു ദിവസം നമ്മൾ 8 ഗ്രാം മഞ്ഞൾ കഴിക്കുന്നത് ശീലമാക്കണം. ഇത് നമ്മൾ സ്ഥിരമായി 2 മാസമെങ്കിലും കഴിക്കണം. ഒരു ദിവസം നമ്മൾ 3 ഗ്രാമാണ് കഴിക്കുന്നതെങ്കിൽ 3 മാസത്തേക്ക് ഇത് നിത്യേന ശീലമാക്കേണ്ടതായി വരും. മൂന്നാമതായി, വെളുത്തുള്ളി. വെളുത്തുള്ളിയിലുള്ള ആലസിൻ എന്ന പദാർത്ഥം നമ്മുടെ ശരീരത്തിലെ രക്തപ്രവാഹത്തെ നിയന്ത്രിക്കുകയും കൊളസ്ട്രോൾ തടയുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇതുമൂലം ഹൃദയ സംബന്ധമായ എല്ലാ അസുഖങ്ങളും തടയുവാൻ വെളുത്തുള്ളി സഹായിക്കുന്നുണ്ട്. വെളുത്തുള്ളി കഴിക്കുന്നത് നമ്മൾ നിത്യേന ശീലമാക്കിയാൽ രക്തചംക്രമണം കൂട്ടുകയും നല്ല ആരോഗ്യം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. നല്ല ആരോഗ്യം എന്ന് പറയുമ്പോൾ 16 മുതൽ 40% വരെ ഹൃദയ സംബന്ധമായ എല്ലാ അസുഖങ്ങളും തടയുവാൻ വെളുത്തുള്ളി സഹായിക്കും. നമ്മുടെ മറ്റ് ആരോഗ്യ സംരക്ഷണങ്ങൾക്ക് വേണ്ടി വെളുത്തുള്ളി എങ്ങനെ ഉപകരിക്കുമെന്ന് നമുക്ക് വിശദമായി നോക്കാം. കൊളസ്ട്രോളിന്റെ അളവിനെ തടയുവാനുള്ള ഒരു പ്രധാന വഴിയാണ് വെളുത്തുള്ളി. അതുമാത്രമല്ല, ഇതിലെ ആലസിൻ എന്ന പദാർത്ഥം ചീത്ത കൊളസ്ട്രോൾ മൂലമുണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് നന്നായി കുറയ്ക്കുവാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ചീത്ത കൊളസ്ട്രോൾ എങ്ങനെ കുറയ്ക്കുന്നുവോ അതുപോലെ തന്നെയാണ് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും രക്തം കട്ട പിടിക്കാതിരിക്കുവാനും വെളുത്തുള്ളി സഹായിക്കുന്നത്. ഹൃദയത്തിന്റെ നല്ല പ്രവർത്തനത്തിനും വെളുത്തുള്ളി സഹായിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, വെളുത്തുള്ളിക്ക് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുമുണ്ട്. ഇനി നാലാമതായി, ഫ്ലാക്സ് സീഡ്സ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഫ്ലാക്സ് സീഡ്സിന് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഇത് എന്തൊക്കെയാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന് ഫ്ലാക്സ് സീഡ്സ് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഇതിലെ ആൽഫ ലിനോലെനിക് ആസിഡ് കൂടാതെ മത്സ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് കഴിക്കുന്നത് മൂലം ഹാർട്ട് അറ്റാക്കിനെ തടയുവാനും സാധിക്കുന്നു. അഞ്ചാമതായി, ചീര. പ്രവർത്തനം നിലച്ചുപോയ ഹൃദയത്തിനെ തിരിച്ചു വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കുവാനുള്ള കഴിവ് ഈ ചെഞ്ചീരയ്ക്കുണ്ട്. ഹൃദയത്തെ സംരക്ഷിക്കുവാൻ ചെഞ്ചീരയ്ക്ക് പ്രത്യേക കഴിവുണ്ടെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. നമ്മുടെ ഹൃദയത്തിന് വേണ്ട എല്ലാ പോഷകങ്ങളും ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടുവാനും ഇത് സഹായിക്കുന്നുണ്ട്. ഈ ചെഞ്ചീര പ്രധാനമായും കണ്ണിന് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും ഹൃദയത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും കണ്ണിന്റെ ആരോഗ്യം കൂട്ടുവാനും ഇത് സഹായിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇതിൽ കേല എന്ന പ്രോട്ടീൻ, വൈറ്റമിൻ A തുടങ്ങിയ നിരവധി വിറ്റാമിനുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഇത് മികച്ചതാണ്. പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഈ വീഡിയോയിൽ അടങ്ങിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഒരു വൈദ്യ ചികിത്സയ്ക്കും എതിരല്ല. നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഒരു ഡോക്ടറെ കണ്ടതിനു ശേഷം നിർദ്ദേശങ്ങൾ പാലിക്കാമെന്നുള്ള കാര്യം ആരും മറക്കരുത്. നന്ദി.